എല്ലാവർക്കും സ്വാഗതം. 6 ദിവസം മുമ്പ് നമ്മൾ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ മുക്കിയ ശേഷം ഈ പഴുക്കാൻ വെച്ചിരുന്ന മാങ്ങകൾ എന്തായി എന്ന് നോക്കുകയാണ്. അന്ന് പറഞ്ഞതുപോലെ വൈക്കോലിന് മുകളിൽ ഒരു ചാക്ക് കൂടി മടക്കിയിട്ടാണ് നമ്മളിത് അടച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഇതിൻ്റെ മുകളിലിരിക്കുന്ന മാങ്ങകളുടെ നിറമൊക്കെ മാറി കാണുന്നുണ്ട്. ഏകദേശം 1-2 എണ്ണം നല്ല മഞ്ഞ നിറമായിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ പതുക്കെ ഞെങ്ങുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാങ്ങ നമുക്ക് ഇപ്പോൾ ഒന്ന് എടുത്ത് ഒന്ന് ചെത്തി നോക്കാം. ഇത് നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. സാധാരണ ഈ മാങ്ങകളൊക്കെ പഴുക്കുമ്പോൾ അതിൻ്റെ തോല് ചെത്തുമ്പോൾ തന്നെ ഈ പുഴുക്കേട് കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇതാ ചെറിയൊരു പുഴുക്കേട് കാണുന്നുണ്ട്. പക്ഷേ ബാക്കി ഭാഗത്തുണ്ടോ എന്ന് നമുക്ക് ചെത്തി നോക്കാം. പഴയതുപോലെ ഇപ്പോൾ എല്ലാ ഭാഗത്തും പുഴുക്കേട് കാണുന്നില്ല. ഇങ്ങനെയൊന്നും പഴുത്ത് നമുക്ക് കിട്ടാറില്ല. സാധാരണഗതിയിൽ തോല് ചെത്തുമ്പോൾ തന്നെ ഉള്ളിലേക്ക് മുഴുവൻ പുഴുവാണ് കാണാറ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് 1 മിനിറ്റ് ഉപ്പ് ചൂടുവെള്ളത്തിൽ മുക്കിയാൽ പോരാ, കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും മുക്കിയിട്ട് എടുത്ത് വെക്കേണ്ടതാണെന്ന് നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ നമുക്കിപ്പോൾ അത് കേട് കാണുന്നുള്ളൂ. ഇത്രയും ഭാഗം മാത്രമേ കേടായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ കേടില്ലാത്ത ഭാഗം ഒന്ന് പൂളി നോക്കാം. ഇതിൻ്റെ പുറമേ ഇല്ലെങ്കിലും ഉള്ളിൽ കേടുണ്ടോ എന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ ഒരു ഭാഗം പൂളിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കേട് കാണുന്നില്ല. ഒരുവിധം നല്ല നിറവും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ കേടുണ്ടോ എന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഒന്നും കേട് കാണുന്നില്ല. നല്ല പീസായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മറുഭാഗം കൂടെ ഒന്ന് പൂളി നോക്കാം. ഈ ഭാഗത്താണ് പുറമേ ചെറിയ കേട് കണ്ടത്. അപ്പോൾ അത് ഉള്ളിലേക്കൊന്നും അധികം പോയിട്ടില്ല. ആ കേട് കണ്ട ഭാഗത്ത് കുറച്ചുള്ളിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം പകുതിയോളം നമുക്കത് മുറിച്ച് മാറ്റി കളയേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിന് ഒരു കുഴപ്പവും കാണുന്നില്ല. അപ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും ഇതിൽ നിന്ന് ഇതുപോലെ ഒരു മാങ്ങ പോലും ഇത്രയും നന്നായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ രുചി എന്താണെന്നും നമുക്കറിയില്ല. ഇനി നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം. നല്ല നിറമൊക്കെ കാണുന്നുണ്ട്. നല്ല മധുരവും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല മാങ്ങയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ 1-2 വർഷം ഇത് കേടായിട്ട് ചീത്തയായി പോവുകയത്. ഇപ്പം നല്ല മധുരമുള്ള മാങ്ങയാണിത്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ. വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.